അർജുൻ അശോകന് പുറമെ ഈ സിനിമയിൽ പിന്നെ മലയാള സിനിമയിലെ രണ്ടാം തലമുറക്കാർ എന്ന് പറയാൻ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഇതിലൊരു പട്ടാളക്കാരൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയുടെ മകൻ മുഴുനീളമായി ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശ്രാവൺ മുകേഷിൻ്റെയും സരിതയുടെയും മകനാണ്. ഇതിലെ ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് ഈ ശ്രാവൺ മുകേഷ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീജിത്ത് രവി, അദ്ദേഹമൊക്കെ ഇരുത്തം വന്ന നടന്മാരായി കഴിഞ്ഞു. പിന്നീടുള്ളത് സിദ്ധാർത്ഥ് ഭരതൻ ഇപ്പോഴത്തെ പുതുതലമുറ ചിത്രങ്ങളിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. ആ താടിയും ആ ലുക്കും ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള. അപ്പം ഈ സിനിമ കാണുമ്പോൾ അതായത് 90കളിൽ സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു തലമുറയുടെ ആ 90കളിൽ ജനിച്ച ആ കുട്ടികളാണ് ഇപ്പോൾ ഈ സിനിമയിൽ നായകന്മാരായി വന്ന് ഈ സുമതി വള എന്നുള്ള സിനിമയിൽ അഭിനയിക്കുന്നത്. അത് കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഈ വെള്ളി നക്ഷത്രത്തിൻ്റെ കാലത്ത് 90കളിൽ നാരായം, അതുപോലെ തന്നെ ഈ ശശിശങ്കറിൻ്റെ സിനിമകളുടെ ലൊക്കേഷനുകളിലൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. അത് ഈ സിദ്ധാർത്ഥ് ഭരതൻ അമരത്തിൻ്റെ ലൊക്കേഷനിൽ സിദ്ധാർത്ഥ് ഭരതൻ കുട്ടിയായി അവിടെ തുമ്പോളി കടപ്പുറത്ത് വന്ന് അവർ ലളിത ചേച്ചിയുടെ കൂടെ സിദ്ധാർത്ഥ് ഭരതനും സഹോദരിയും ഒക്കെ വന്ന് ഇരിക്കുന്നത് ഇപ്പോഴും ഇന്നലത്തെ പോലെ നമ്മൾ ഓർക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു തലമുറയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായി മുന്നോട്ട് പോകുന്നത്.